വർഷം മുൻപിറങ്ങിയ ഒരു സിനിമയെ അന്ന് ആ സിനിമ കണ്ട അതേ പ്രേക്ഷകർ ഇന്നും കാണുമ്പോൾ അവർക്ക് അന്ന് ആ സിനിമ കണ്ട അതേ ആവേശത്തോടെ ഇന്നും ആ സിനിമയെ കാണാൻ സാധിക്കുന്നുവെങ്കിൽ റിയലി ഇറ്റ്സ് ഗ്രേറ്റ് എന്നേ പറയാൻ പറ്റൂ. അതിനോടൊപ്പം 19 വർഷം മുൻപിറങ്ങിയ ആ സിനിമ ഇന്നും കാലിക പ്രസക്തമാണെങ്കിൽ, പുതിയ തലമുറയ്ക്ക് പോലും വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആ സിനിമ കൊടുക്കുന്നുവെങ്കിൽ ആ സിനിമ അത്ര നിസാരമല്ല എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് 2006 പുറത്തിറക്കിയ നോട്ട്ബുക്ക് എന്ന മലയാള സിനിമയെ കുറിച്ചാണ്. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു. കണ്ടവർക്ക് വേണ്ടി സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നു. സിനിമയുടെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. സൗഹൃദം, പ്രേമം, ചതി, എഗെയിൻ സൗഹൃദം. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്നത് റോമ, പാർവതി, മരിയ എന്നിവരാണ്. ആക്ച്വലി ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമകളിൽ പെടുത്താവുന്ന ഒന്നാണ് നോട്ട്ബുക്ക്. അധ്യാപകർ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന പക്ഷപാതം, പെൺകുട്ടികളും സ്ത്രീകളും നേരിടുന്ന ചില പ്രശ്നങ്ങൾ, കൗമാരക്കാരുടെ സൗഹൃദത്തിന്റെ പ്രാധാന്യം തുടങ്ങി പലതും സിനിമ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം കൗമാരപ്രായക്കാർ തീരുമാനങ്ങൾ എടുക്കാൻ പക്വത പ്രാപിച്ചിട്ടില്ലെന്നും അതിനാൽ ആവശ്യം വരുമ്പോൾ മുതിർന്നവരുടെ സഹായം തേടണമെന്നും സിനിമ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇതിനോടൊപ്പം തന്നെ മാതാപിതാക്കൾ കുട്ടികളോട് ഉദാര മനസ്കത പുലർത്തണമെന്നും അതുവഴി കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കളോട് തുറന്നു പറയണമെന്നും ഈ സിനിമ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ പാർവതി ചെയ്ത പൂജ എന്ന കഥാപാത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നമുക്കൊപ്പമുള്ളവരെ ചതിക്കരുതെന്നും നമ്മൾ അവരെ ചതിച്ചാൽ അത് നമ്മുടെ തന്നെ മനസ്സമാധാനം നശിപ്പിക്കുമെന്ന് കൂടിയാണ്. എന്നാൽ റോമയുടെ സേറ എന്ന കഥാപാത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അത്രത്തോളം സത്യസന്ധത കാണിക്കണമെന്നാണ്. ബിക്കോസ് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അറിഞ്ഞിട്ട് പോലും പൂജയുടെയോ സൂരജിന്റെയോ പേര് പോലും വിട്ടു പറയാത്തവളാണ് സേറ. പകരം അവളെല്ലാം ഒറ്റയ്ക്ക് നേരിട്ടു. അതുപോലെ ഒന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ടോക്സിക് ആയ മനുഷ്യത്വമില്ലാത്ത പ്രിൻസിപ്പൽ. ആ കഥാപാത്രം നമ്മളോട് പറയുന്നത് ജഡ്ജ്മെന്റലായി ആരെയും സമീപിക്കരുത് എന്നാണ്. അതിനുള്ള ഉദാഹരണമാണ് പഠിച്ചു മാർക്ക് വാങ്ങിയ ഫിറോസ് കോപ്പി അടിച്ചെന്നുള്ള പ്രിൻസിപ്പലിന്റെ ആരോപണം. ആ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ലായിരുന്നു എന്നതാണ് വാസ്തവം. സിനിമയുടെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ കാണിക്കുന്ന ഫിറോസിന്റെ രംഗമാണ് മറ്റൊന്ന്. കാലം അതിന്റെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് കഴിവിനെ പ്രകാശിപ്പിക്കുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ സീൻ, അഥവാ ആൻ എക്സലന്റ് മോട്ടിവേഷണൽ സീൻ എന്ന് പറയാം. അതായത് ഒരാളുടെ ഭാവി, ജീവിത വിജയം അതൊന്നും അയാളുടെ സ്കൂൾ കാലഘട്ടത്തെ വെച്ച് വിലയിരുത്താനേ പാടില്ല എന്ന വലിയൊരു പാഠം കൂടി ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം കാലം മായ്ച്ചു കളയാത്ത മുറിവുകളില്ല എന്ന് കൂടി കാണിക്കുന്നു. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട സേറ ഡോക്ടറാവുന്നു, തഴയപ്പെട്ട ഫിറോസ് പ്രശസ്ത സംഗീതജ്ഞനാവുന്നു എന്നതിലൂടെയൊക്കെയാണ് സംവിധായകനും എഴുത്തുകാരനും ബ്രില്യൻ്റായി ഇക്കാര്യം നമ്മളോട് പറയുന്നത്. എല്ലാത്തിനും ഉപരിയായി മകളെ ചേർത്ത് പിടിക്കുന്ന, അവളെ ട്രോമയിൽ നിന്നും കരകയറാൻ സഹായിക്കുന്ന സുരേഷ് ഗോപിയുടെ അച്ഛൻ കഥാപാത്രം. സുരേഷ് ഗോപിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഗസ്റ്റ് റോളാണ് ആ കഥാപാത്രം. ഏതായാലും ഇത്രയേറെ പ്രസക്തമായ നിരവധി വിഷയങ്ങളെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു മലയാള സിനിമ ഉണ്ടാക്കി എന്ന നിലയ്ക്ക് മാത്രമല്ല, ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് കൂടി ഉപകാരപ്പെടുന്നു എന്ന നിലയ്ക്കും കൂടിയാണ് നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ വാചാലമാകുന്നത്. അതായത് നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമ ഇത്രത്തോളം കാലിക പ്രസക്തമാകാനുള്ള കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞവയെല്ലാം.